നമസ്കാരം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം സ്കന്ധം 2 അധ്യായം 3 22 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്ത് നിർത്തിയിരുന്നത്. ഇപ്പോൾ സൂതൻ പിന്നെയും ഋഷിമാരോട് സംവാദം തുടരുകയാണ്. പണ്ട് ഇക്ഷ്വാകു വംശത്തിൽ മഹാഭിഷ രാജാവ് എന്ന സത്യവാനും ധർമ്മശീലനുമായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം ബ്രഹ്മാവിനെ കണ്ടു വന്ദിക്കാൻ ബ്രഹ്മസഭയിൽ എത്തി. അപ്പോൾ സകല ദേവന്മാരും അദ്ദേഹത്തെ സേവിക്കാൻ അവിടെ എത്തിച്ചേർന്നിരുന്നു. ആ സമയത്ത് മഹാനദിയായ ഗംഗാദേവി ബ്രഹ്മാവിനെ സേവിച്ചുകൊണ്ട് അവിടെ നിന്നിരുന്നു. അപ്പോൾ കരുത്തനായ ഒരു കാറ്റ് വന്ന് അതിശക്തമായ ഒരു കാറ്റ് വന്ന് അവളുടെ ഉടുപുടവ ഉലച്ച് പറത്തി അവളെ നഗ്നയായി അവിടെ പ്രദർശിപ്പിച്ചു. ദേവന്മാരെല്ലാം അവളെ നോക്കാതെ തല കുനിച്ച് നിൽപ്പായി. പക്ഷേ മഹാഭിഷ രാജാവാകട്ടെ അവളെ നോക്കിക്കൊണ്ട് ഒട്ടും സങ്കോചമില്ലാതെ നിന്നു. അപ്പോൾ രാജാവ് തന്നിൽ പ്രേമാവിഷ്ടനാണ് എന്ന് കണ്ട ആ ഗംഗാദേവിയും അദ്ദേഹത്തെ നോക്കി. ബ്രഹ്മ ഉടനെ കോപിച്ചു. കോപത്തോടെ അവരെ ശപിക്കുകയും ചെയ്തു. രാജാവേ, മനുഷ്യലോകത്ത് ജനിച്ചിട്ട് വീണ്ടും ദേവലോകം അങ്ങേക്ക് പ്രാപിക്കാം. അങ്ങ് വലിയ പുണ്യം ചെയ്ത ആളായതുകൊണ്ട് അങ്ങേക്ക് ദേവലോകം പ്രാപിക്കാം. ഗംഗയോടും ബ്രഹ്മാവ് അങ്ങനെ തന്നെ പറഞ്ഞു. അങ്ങനെ 2 പേർക്കും ശാപം കൊടുത്തു ബ്രഹ്മാവ്. ഇനി അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. ശ്ലോകം 23. വിമനസ്കൗ തുതൗ തൂർണം നിസ്സൃതൗ ബ്രഹ്മണോന്തികാത് സ നൃവാൻ ചിന്തയിത്വാധാ ഭൂലോകേ ധർമ്മതൽപരാൻ. മനോദുഃഖത്തോടെ ഇരുവരും ബ്രഹ്മസമീപത്തു നിന്നും വേഗം പോന്നു. ഭൂമിയിലെ ധർമ്മിഷ്ഠരായ രാജാക്കന്മാരുമായി ആലോചിച്ച ശേഷം അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ശ്ലോകം 24. പ്രദീപം ചിന്തയാമാസ പിതരം പൂർവം ശജം ഏതസ്മിൻ സമയേ ചഷ്ടൗ വസവസ്ത്രീ സമന്വിതാഖാം. അദ്ദേഹം പൂരുവംശത്തിൽ പിറന്ന പിതാവായ പ്രദീപനെ ഓർമ്മിച്ചു. അതിനിടയ്ക്ക് അഷ്ടവസുക്കൾ ഭാര്യമാരോടൊത്ത് അവിടെ യാദൃച്ഛികമായി വന്നു ചേർന്നു. ശ്ലോകം 25. വസിഷ്ഠ്യാശ്രമം പ്രാപ്ത രമമാണായ ദർശയാ പൃഥ്വാദീനാം വസൂനാം ച മധ്യേ കോപി വസൂത്തമഃ. ശ്ലോകം 26. ദൗർനാമാ തസ്യ ഭാര്യാധ നന്ദിനിം ഗാം ദുദർശഃ ദൃഷ്ട്വാ പതിം സ പപ്രച്ഛ കസ്യേയം ധേനുരുത്തമം. ശ്ലോകം 25, 26 ശ്ലോകത്തിൻ്റെ അർത്ഥം. അഷ്ടവസുക്കൾ ഭാര്യമാരോടൊത്ത് ക്രീഡിച്ചുകൊണ്ട് യാദൃച്ഛികമായി വസിഷ്ഠാശ്രമത്തിലെത്തി. പൃഥു തുടങ്ങിയ വസുക്കളുടെ കൂട്ടത്തിൽ പ്രധാനിയായ ദ്വൗ എന്നു പേരുള്ള വസുവിൻ്റെ ഭാര്യ നന്ദിനി പശുവിനെ കാണാനിടയായി. കണ്ടയുടൻ അവൾ ഭർത്താവിനോട് ചോദിച്ചു, ഈ നല്ല പശു ആരുടേതാണ്? ശ്ലോകം 27, 28.
ദ്യൗഷ്ട്യാവാഹവസിഷ്ഠസ്യ ഗൗരിയം ശൃണു സുന്ദരി ദുഗ്ധമസ്യാപിപേദ്യസ്തു നാരീ വാ പുരുഷോധവാ. ശ്ലോകം 28. അയുതായുർഭവേന്നൂനം സദൈവാഗതയൗവനഃ തച്ഛ്രുത്വാ സുന്ദരീ പ്രാഹ മൃത്യുരോഗോസ്തി മേ സഖി. ദ്വയു അവളോട് പറഞ്ഞു, സുന്ദരി കേട്ടോളൂ, ഇത് വസിഷ്ഠൻ്റെ പശുവാണ്. ഇതിൻ്റെ പാല് കുടിക്കുന്നത് പെണ്ണായാലും ആണായാലും 10,000 വർഷം നിത്യയൗവനത്തോടെ ജീവിച്ചിരിക്കും. അത് കേട്ടിട്ട് സുന്ദരി പറഞ്ഞു, ഭൂമിയിൽ എനിക്ക് ഒരു കൂട്ടുകാരിയുണ്ട്. 28 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.